ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവൻ്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഈ വചനം നമ്മോട് പറയുന്നത് വളരെ വ്യക്തമായൊരു സത്യം തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു വികാരം മാത്രമല്ല, മറിച്ച് അതൊരു ജീവിത ശൈലിയാണ്, അല്ലെങ്കിൽ ഒരു ഡെയിലി റൊട്ടീനാണ്. ദൈവസ്നേഹം വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒന്നല്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കത് തെളിയിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? സ്നേഹം നാം തെളിയിക്കുന്നത് അനുസരണയിലൂടെയാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കുട്ടി, അധ്യാപകരെ സ്നേഹിക്കുന്ന കുട്ടി അവരുടെ വാക്കുകൾ കേൾക്കാറുണ്ട്. അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവൻ്റെ കൽപ്പനകൾ പാലിക്കും. അനുസരണം ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. ആവർത്തന പുസ്തകം മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അനുസരിച്ചാൽ അത് അനുഗ്രഹവും അനുസരിക്കാത്തത് നഷ്ടവുമാകുന്നു. ദൈവം നമ്മെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പല കൽപ്പനകളും നൽകിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സ്ഥിരതയുമില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് നാം അകന്നു പോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നൊയമ്പെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു പരീക്ഷ കൂടിയാണ്. നമ്മൾ പല കാര്യങ്ങൾ വർജിക്കുന്നു, പക്ഷേ യഥാർത്ഥമായിട്ട് നമ്മളിൽ നിന്ന് പാപത്തെ നമുക്ക് വർജിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥനയെ നമുക്ക് ആർജിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവസ്നേഹം നമുക്ക് വളർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? വർജിക്കേണ്ടത് വർജിച്ച് ആർജിക്കേണ്ടത് ആർജിച്ചെടുക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കുവാനായിട്ടും വിനയത്തോടെ നടക്കുവാനായിട്ടും പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുവാനായിട്ടും സാധിക്കണം. എല്ലാ കാലവും നമ്മൾ അനുസരണമുള്ളവരായി ജീവിക്കണം. നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരാജയത്തിലും എല്ലാ കാലത്തിലും നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഒരു ദിവസം നമുക്ക് ദൈവം തരുമ്പോൾ അതിന് ദൈവത്തോട് നമ്മൾ എത്ര പേർ നന്ദിയുള്ളവരായിരിക്കാറുണ്ട്? നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും, ദുഃഖത്തിൽ മാത്രമല്ല, നമ്മുടെ സന്തോഷത്തിലും വിജയത്തിലും ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം നമ്മോട് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതിൻ്റെ ഉത്തരം നമ്മുടെ വാക്കുകളിലല്ല, നമ്മുടെ ജീവിതത്തിലൂടെ ആകണം. ദൈവത്തെ സ്നേഹിക്കാനും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും എല്ലാ കാലവും അവനോടൊപ്പം നടക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ നമുക്കായി തുറക്കും. അതിന് ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആമേൻ.